2011 ബി ജെ പി സ്ഥാനാർത്ഥി, അന്നത്തെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ്, ആ നാട്ടുകാരൻ അവിടെ മത്സരിക്കുമ്പോൾ 3388 വോട്ടാണ് ലഭിച്ചത്. ഈ ലോ പ്രൊഫൈലിൽ നിന്നുകൊണ്ട് വിജയത്തിലേക്ക് എത്തുന്ന തരത്തിലേക്ക് എന്ത് തരം മാജിക്കാണ് കാണിച്ചത്? ഒരു മാജിക്. പ്രചാരകന്റെ നിർബന്ധ ബുദ്ധിയാണ് ഞാൻ ബി ജെ പിയിലേക്ക് വരാനുള്ള. അതുവരെ ബി ജെ പി പ്രവർത്തനമേ ഇല്ല, ബി ജെ പി പ്രവർത്തനം, ആർ എസ് എസ് ബന്ധമില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളരെ തീവ്രമായി നിൽക്കുന്ന കാലഘട്ടം. വേണമെങ്കിൽ കായികപരമായും നേരിടും. ഞാൻ 2016 ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ചാത്തന്നൂർ മത്സരിക്കുമ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗമാണ്. എന്നിട്ട് പിന്നെ എന്താണ് ബി ജെ പിയുടെ ഓഫർ സ്വീകരിച്ചത്? അല്ല, ബി ജെ പിയുടെ ഓഫർ അതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തതാണ്. കോൺഗ്രസ് പലപ്പോഴും കോൺഗ്രസിൽ നിന്ന് ഓഫർ വല്ലതും വന്നോ? പോകണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞു. അന്നത്തെ ഒരുപാട് നേതാക്കന്മാർ എന്നെ വിളിച്ചു. ഡൽഹിയിൽ നിന്ന് വരെ വിളി വന്നു. 3 മുതൽ 8-ാം തീയതി വരെ പൂർണ്ണമായും നമ്മുടെ പ്രവർത്തകർ ഫീൽഡിൽ തന്നെയായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് 1 മണിക്കൊക്കെ ചെല്ലുമ്പോഴും നമ്മുടെ ബൂത്ത് തല പ്രവർത്തകർ ഓരോരുത്തർ അവരുടെ വീടുകളിൽ കയറുന്നതൊക്കെ ഈ കൊടും വെയിലത്ത്. CPM ഏതാണ്ട് 10 മണിയായപ്പോഴേ അത്തരം പ്രചരണമൊക്കെ അവസാനിപ്പിക്കുന്നു. അവരോട് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോളൂ, നിങ്ങളെ 2 മുന്നണിയും മാറി മാറി പരീക്ഷിച്ചു, ഒരവസരം തരണം. അപ്പോൾ അവരെന്നോട്, ആ സഹോദരൻ പറഞ്ഞു, 2021 തെരഞ്ഞെടുപ്പിൽ അമിത്ഷാജി ആയിരുന്നു വന്നത്. LDF ഭയങ്കര ക്യാമ്പയിൻ നടത്തി. കാരണം അമിത്ഷാജിയാണ് വന്നത്, ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല ബി ജെ പി വിജയിച്ചാൽ. ഇതായിരുന്നു പ്രചരണം. വിജയ സാധ്യത ഇല്ല എന്നൊരു ആശങ്ക ഉണ്ടായ സാഹചര്യമുണ്ട്. ഈ UDF തരംഗം ഫീൽ ചെയ്തില്ലായിരുന്നു. അപ്പോൾ UDF വോട്ട് പിടിക്കുമ്പോൾ UDF വോട്ട് പിടിക്കുമ്പോൾ നമസ്കാരം. മറുനാടിൻ്റെ ഏറ്റവും പുതിയ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. 2016 നേമത്ത് താമര വിരിഞ്ഞപ്പോൾ വലിയ വാർത്തയായിരുന്നു. അങ്ങനെ O രാജഗോപാലിനോടുള്ള സഹതാപ തരംഗം കൊണ്ടാണ് കിട്ടിയത് എന്ന് ശത്രുക്കൾ പറഞ്ഞു. എന്നാൽ നിയമം അതിനു മുമ്പ് തന്നെ അതിന് പരുവപ്പെട്ടിരുന്നു. പക്ഷേ 2021 സംഘടിതമായ നീക്കത്തിലൂടെ ആ അക്കൗണ്ട് പൂട്ടിച്ചു. ഇനി ഒരിക്കലും BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് 2024 സുരേഷ് ഗോപി MP ആയത്. തുടർന്ന് വന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യം താമര വിരിഞ്ഞത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നേമത്തോ കഴക്കൂട്ടത്തോ മഞ്ചേശ്വരത്തോ പാലക്കാടോ ആയിരുന്നില്ല, നേരെ മറിച്ച് ചാത്തന്നൂരായിരുന്നു. ചാത്തന്നൂരിൽ താമര വിരിയിച്ച BB ഗോപകുമാർ, നമ്മുടെ ഇന്നത്തെ അതിഥി ഗോപകുമാർ. നമസ്കാരം. നമസ്കാരം. ഞാൻ ആദ്യം അഭിനന്ദിക്കുന്നു. കാരണം ഞങ്ങളുടെ സർവേയിൽ അങ്ങക്ക് വളരെ മുൻതൂക്കം ഉണ്ടായിരുന്നു, എങ്കിൽ പോലും ജയിക്കുമെന്ന് ഞങ്ങൾ കണ്ടെത്തിയിരുന്നില്ല. അതിനേക്കാൾ മുമ്പ് ഞങ്ങൾ BJPക്ക് പറഞ്ഞിരുന്നത് നേമവും കഴക്കൂട്ടവും പാലക്കാടും മഞ്ചേശ്വരവുമാണ്. പക്ഷേ ചാത്തന്നൂരാണ് ആദ്യം ജയിക്കുന്നത്. അത് കഴിഞ്ഞാണ് നിയമം ജയിക്കുന്നത്. ഈ ചാത്തന്നൂരിലെ വിജയം ഇപ്പം പറഞ്ഞ അതിൻ്റെ ഒരു സന്തോഷം എങ്ങനെയാണ്? അത് എങ്ങനെയാണത് ആ വിജയം കണ്ടെത്തിയത്? അതിൻ്റെ ഒരു ആഹ്ലാദം ഒന്ന് ആദ്യം അത് പറഞ്ഞാൽ കേൾക്കുന്നു. എനിക്ക് വലിയ സന്തോഷം നൽകിയ തെരഞ്ഞെടുപ്പ് വിജയമാണ് ചാത്തന്നൂരിലേത്. 2016 2021 BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ചാത്തന്നൂരിൽ മത്സരിക്കേണ്ടായി. 2 തവണയും 2ാം സ്ഥാനത്തായിരുന്നു. 2016 എത്തി. 2016 അനുരിതായിരുന്നു. 2011 BJP സ്ഥാനാർത്ഥി, അന്നത്തെ BJPയുടെ ജില്ലാ പ്രസിഡന്റ്, ആ നാട്ടുകാരൻ അവിടെ മത്സരിക്കുമ്പോൾ 3388 വോട്ടാണ് ലഭിച്ചിരുന്നത്. 11 എനിക്ക് 16 BJP സ്ഥാനാർത്ഥി ആകുന്നതുവരെ ഒരു BJP പശ്ചാത്തലം ഇല്ല. 2016 ഞാൻ വളരെ യാദൃച്ഛികമായിട്ടാണ് BJPയുടെ സ്ഥാനാർത്ഥിയാകുന്നത്. ഒരു പ്രചാരകന്റെ നിർബന്ധ ബുദ്ധിയാണ് ഞാൻ ബി ജെ പിയിലേക്ക് വരാനുള്ള. അതുവരെ ബി ജെ പി പ്രവർത്തനമേ ഇല്ല, ആർ എസ് എസ് ബന്ധമില്ല. എങ്ങനെയാണ് സ്ഥാനാർത്ഥിയാകാൻ സാഹചര്യം ഉണ്ടായത്? സാഹചര്യം അന്ന് ഇവരെ വന്നു കാണുന്നു, സ്ഥാനാർത്ഥിയാകണം എന്ന്. അവരങ്ങനെ പറയാൻ കാരണം എന്നാണ്? നമ്മൾ പല കാരണം. ഞാൻ 95-2000 എനിക്കൊരു കോൺഗ്രസ് പശ്ചാത്തലമാണ് ഉണ്ടായിരുന്നത്. 95-2000 ഞാൻ എൻ്റെ സ്വന്തം വാർഡിൽ നിന്ന്, ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്തിലെ മീനാട്, ഞാൻ ജനിച്ചു വന്ന എൻ്റെ വാർഡിൽ നിന്ന് ഞാൻ ഗ്രാമപഞ്ചായത്ത് അംഗമായി. കോൺഗ്രസ് പാർട്ടിയുടെ അന്ന് വരെ ആ വാർഡ് തികഞ്ഞ ഒരു CPM LDF വാർഡായിരുന്നു. 39 വോട്ടിനാണ് 95-2000 ഞാൻ ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ട് എൻ്റെ സ്വന്തം ജനിച്ച് വളർന്ന എന്നെ ഞാനാക്കിയ വാർഡിൽ നിന്ന് ഞാനാവുന്നു. വാർഡ് ഏതാ? മീനാട്, ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് മീനാട്. തുടർന്ന് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ പ്രവർത്തനമുള്ള ആളാണ്. അങ്ങനെ എൻ്റെ സ്വന്തം നാട്ടിൽ ഇഷ്ടിക നിർമ്മാണ തൊഴിലാളികളായിരുന്നു കൂടുതൽ. നാടൻ ചുടുകട്ട വ്യവസായം. അതുകൊണ്ട് 2000 നാടൻ ചുടുകട്ട വ്യവസായം. ഞാൻ MAക്ക് പഠിക്കുമ്പോൾ 91. ചാത്തന്നൂരിൽ എന്തായാലും ദൂരം ഉണ്ട് ഈ മീന? ഒരു 2.5 കിലോമീറ്റർ. അവിടെ ഗ്രാമമാണ്, ഒരു കൊച്ചു ഗ്രാമം. നാടൻ ചുടുകട്ട വ്യവസായം
നടക്കുന്ന വ്യവസായം എന്ന് പറയട്ടെ, നടത്തുന്നവരും തൊഴിലാളികൾ പോലെ ആണ്. അപ്പോൾ ഏതാണ്ട് 2000-ഓളം തൊഴിലാളികളുടെ ഒരു മേഖല നാടൻ ഘട്ടം. 91 ഞാൻ MA പഠിക്കുന്ന സമയം, അന്ന് വരെ അവിടെ CIT എന്ന് പറഞ്ഞ ഒറ്റ യൂണിയൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പൊതുപ്രവർത്തനമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് കണ്ടിട്ട് അവിടുത്തെ ഈ സാധാരണ പാവപ്പെട്ട തൊഴിലാളി കൂലി വർധനയ്ക്ക് വേണ്ടി 3 വർഷത്തിലൊരിക്കൽ അവർ സമരം ചെയ്യാറുണ്ട്. അന്ന് അവിടുത്തെ CPM CIT നേതൃത്വം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഈ കോൺട്രാക്ടർമാരുമായിട്ട് നടത്തി സമരം ഒത്തീർപ്പ് ഒക്കെയാണ് പതിവ്. അപ്പോൾ ഇതിൽ മനമെടുത്തിട്ടാണ് കുറേ അധികം തൊഴിലാളികൾ, ഞാൻ അവിടുത്തെ പൊതുരംഗവും രാഷ്ട്രീയ രംഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്, സമീപിച്ചിട്ട് ഒരു പുതിയ INTUC യൂണിയൻ ഉണ്ടാക്കണം, നമുക്കൊരു പുതിയ ബാർഗനിങ് ഇതുമായി ബന്ധപ്പെട്ട് വേണമെന്ന് പറയാം. അങ്ങനെയാണ് INTUC യൂണിയൻ, ഇഷ്ടിക നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് എന്ന പേരിൽ ഒരു ട്രേഡ് യൂണിയൻ, ആ പ്രസ്ഥാനത്തിന് ഞാൻ പ്രസിഡൻ്റായിട്ട് വരുന്നു. ഒരു തൊഴിലാളി സുഹൃത്ത് എൻ്റെ ഇഷ്ടിക നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് പ്രസ്ഥാനം നേരത്തെ കേരളത്തിൽ ഇല്ല. ഇല്ല അങ്ങനെ തന്നെ ഒരെണ്ണം അങ്ങനെ തന്നെ ഉണ്ട്. വേണമെങ്കിൽ സംസ്ഥാനത്തെ തന്നെ സംസ്ഥാനത്ത് തന്നെ INTUC ആദ്യത്തെ യൂണിയനാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്ന അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തു. 91 ഞാൻ MA സെക്കൻഡ് ഇയർ. ആ സമരം നല്ലൊരു വിജയമായി മാറി. 42 ദിവസം ആ സമരം നീണ്ടു വന്നു. അപ്പോൾ അന്ന് ഇന്നത്തെ കണക്കല്ലല്ലോ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് വളരെ തീവ്രമായി നിൽക്കുന്ന ഒരു കാലഘട്ടം. വേണമെങ്കിൽ കായികപരമായും നേരിടും, ആ ഒരു പശ്ചാത്തലമുള്ള പ്രദേശമാണത്. അങ്ങനെയാണ് അവിടെ അവസാനം ആ സമരം തൊഴിലാളികളുടെ ഒറ്റക്കെട്ടായി നിന്നു. ആ സമരം വിജയിച്ചു. ആദ്യമായിട്ട് 7 രൂപയിലധികം വർധനവ് ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന രീതിയിലേക്ക് മാറി. അന്ന് വരെ 1 രൂപ അല്ലെങ്കിൽ 50 പൈസ വർധനമാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഒരു ദിവസത്തെ കൂലി. അതായത് ഇത്ര ചുടുകട്ട ഉണ്ടാക്കുന്നതിന് ഇത്ര രൂപ, അങ്ങനെയാണ്. അതിൽ ഏതാണ്ട് ഒരു ദിവസത്തെ കണക്ക് കൂട്ടുമ്പോൾ അവർക്ക് ഏതാണ്ട് ഒരു 35ഓളം രൂപയുടെ വർധനവ് അന്ന് വന്നിട്ടുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ അതൊരു വലിയ വർധനവല്ലേ. അത് ഒരു വലിയ വിജയമാണ്. അത് അവരുടെ മനസ്സിൽ എനിക്ക് നല്ല. അപ്പോൾ CIT-കാർ പണി തുടർന്നോ അതോ അവരും? അല്ല, CIT-കാർ അവസാന സമരത്തെ പൊളിക്കാൻ നോക്കി. അവിടെ ഏതാണ്ട് 80% തൊഴിലാളികൾ ഇതിൻ്റെ ഭാഗമായി മാറി. അതുകൊണ്ടല്ലേ സമരം വിജയിച്ചത്. കുറച്ച് പേരെങ്കിലും അപ്പുറം നിന്നിരുന്നെങ്കിൽ സമരം വിജയിക്കില്ല. അപ്പോൾ അവർക്ക് നിർമ്മാണം സ്തംഭിച്ചു, ഉൽപ്പാദനം സ്തംഭിച്ചു. അവസാനം കോൺട്രാക്ടർമാർ അന്ന് വരെ ലേബർ ഓഫീസിൽ പോകുന്നതുകൊണ്ട് കൊല്ലത്ത് പോയിട്ട് പുറമേ നിന്ന് ഒത്തീർപ്പാക്കുന്നതാണ് ഈ തൊഴിലാളി സുഹൃത്തുക്കൾ എന്നോട് പറയുന്നത്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, അവർ പറഞ്ഞ. എന്തായാലും അന്ന് ലേബർ ഓഫീസിൽ വെച്ച് 42ാമത്തെ ദിവസം ആ സമരം ഒത്തീർപ്പാക്കുന്ന ഏറ്റവും അധികം കൂലി വർധന ഉണ്ടായി. പിന്നീട് അത് വലിയ വിശ്വാസം. അതാണ് എനിക്ക് 95-ൽ ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നിന്ന് ഗ്രാമപഞ്ചായത്ത് അംഗമാകാനുള്ള അവസരം ഉണ്ടാക്കി. അതിനു മുമ്പ് മത്സരിച്ചിട്ടുമില്ല. അന്ന് പഠനമൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ജോലി തുടങ്ങിയോ? അല്ല, ജോലിയിലേക്ക് വന്നില്ല. ഞാനന്ന് ട്യൂട്ടോറിയൽ അധ്യാപകനാണ്. ഞാനൊരു സാധാരണ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന ആളാണ്. ഞാൻ MA പഠിക്കുമ്പോൾ തന്നെ ട്യൂട്ടോറിയൽ അധ്യാപകനായി. നമുക്ക് അതിലേക്ക് പുറകോട്ട് പോകാം, ഇതൊന്ന് കഴിഞ്ഞിട്ട്. അങ്ങനെ ആ സമരം വിജയിക്കുന്നു. ആ സമരം വിജയിച്ച് 95-ൽ യഥാർത്ഥത്തിൽ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്നത് ഈ തൊഴിലാളി സുഹൃത്തുക്കളും കൂടിയാണ്. അവർ തന്നെ മുമ്പിൽ വന്നു. അങ്ങനെയാണ് ആ കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നിന്ന് 39 വോട്ടിന് 95 വലിയ ഭൂരിപക്ഷത്തിൽ അതുവരെ ജയിച്ചുകൊണ്ടിരുന്ന മറ്റവർ അവിടെ LDF ഉള്ളൂ, വേറെ ആർക്കും പറ്റത്തില്ല. അതാണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം. അത് കഴിഞ്ഞ് അടുത്ത തവണ മത്സരിക്കാൻ പോയില്ലേ? ഇല്ല, അടുത്ത തവണ അത് സംവരണ വാർഡായിട്ട് മാറി. പിന്നീട് ആ വാർഡിൽ ഞാൻ മത്സരിക്കാൻ പോയില്ല. വേറെ പാർട്ടിയുടെ പദവിയിലേക്കൊന്നും കയറിയില്ല? പാർട്ടിയുടെ പദവിയിലേക്ക് വന്നു. ഞാൻ പിന്നെ ചാത്തന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു, തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗമായിരുന്നു. ആ തരത്തിലൊക്കെ. അന്ന് ഇന്നത്തെ കണക്കല്ലല്ലോ കോൺഗ്രസ്, കൃത്യമായി സംഘടന തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്ന് CV പത്മരാജൻ സാറ് അവിടുത്തെ MLA ആയിരിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. അന്നത്തെ KPCCയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടം കൂടിയാണ്. അന്ന് കോൺഗ്രസിനകത്ത് ശക്തമായി മത്സരം, സംഘടനാപരം 15 പേരെ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് വരാൻ പാടുള്ളൂ. ഞാൻ 15ാമത് വന്നു. അന്ന് കോൺഗ്രസിനകത്ത് ചില ഗ്രൂപ്പ് പോരിൻ്റെയൊക്കെ വ്യത്യസ്തമായ അദ്ദേഹത്തിന് എതിരെ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ 15ാമത് വന്ന എന്നെ ഒഴിവാക്കി പത്മനാഭ സാർ, KPCC പ്രസിഡന്റ്. അങ്ങനെ അന്നത്തെ റിട്ടേണിംഗ് ഓഫീസർക്ക്, കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി കൊടുക്കുന്നു. 14 സ്റ്റേറ്റ് ഒട്ടുക്ക് 15, ചാത്തന്നൂർ മാത്രം 14. അത് 15 അവസാനം ഈ പറയുന്ന നേതാക്കന്മാരും കൂടെ ഇടപെട്ടിട്ട് അവരുടെ കൂടി 2 പേരെ കൂടി വരാൻ വേണ്ടി ചാത്തന്നൂർ അത് 17 ആക്കി. ബ്ലോക്ക് എക്സിക്യൂട്ടീവ്. ഇന്നിപ്പോൾ 150 പേരുണ്ട്, എണ്ണം തന്നെ തിട്ടമില്ല കോൺഗ്രസ്സിൽ. അപ്പോൾ അവിടെ അത്തരത്തിലാണ് എൻ്റെ സംഘടനാപരമായ ഇലക്ഷനിൽ ഞാനൊരു എലക്റ്റഡ് പേഴ്സണായിട്ടാണ് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് എക്സിക്യൂട്ടീവിലേക്ക്. അന്ന് ഇന്നത്തെ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് പോലെയൊന്നും അല്ല, 15 പേർ. അപ്പോൾ അതും
ആ വിജയത്തെയും ഒന്ന് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടന്നത്. 14 പേര് പൊതുപ്രവർത്തനം നിർത്തിയോ? ഇല്ല, പിന്നെ വേഗം നിർത്തിയിട്ട് തുടരുകയാണ്. 96 പക്ഷെ പിന്നീട് മത്സരിച്ചിട്ടേ ഇല്ല. 2011 മത്സരിക്കുന്നത് വരെ പിന്നീട് ഞാൻ തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ട് 93 മുതൽ 2000 പഞ്ചായത്ത് അതുവരെ പഞ്ചായത്തിലെ മത്സരിച്ചില്ല. അല്ല, മത്സരിച്ചിട്ടില്ല. 95 2000 ഗ്രാമപഞ്ചായത്ത് അംഗം. 95 2 ആദ്യത്തെ. അതിനൊരു പ്രത്യേകതയുണ്ട്. ഭാരതത്തിൽ പഞ്ചായത്തി രാജ് ആക്ട് അനുസരിച്ച് നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ് 95. അല്ല, 2005 പിന്നെ വന്നില്ലേ? ഇല്ല, വന്നില്ല. റിസർവേഷൻ പാർട്ടായത് മാറി. അപ്പോഴും 2005 അല്ല, പിന്നീട് ഞാൻ അവിടെ മത്സരിച്ചിട്ടില്ല. ഇല്ല. അപ്പോൾ അതാണ്. പിന്നെ 96 ഞാൻ അവിടുത്തെ ചാത്തന്നൂർ SNDP യൂണിയൻ്റെ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. യൂണിയൻ്റെ അതിന് മുമ്പ് ശാഖയുടെ പ്രസിഡൻ്റായിരുന്നു. പിന്നീട് യൂണിയൻ്റെ കൗൺസിലറായി. 96 പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ SNDP യൂണിയൻ്റെ സെക്രട്ടറിയായി. ഈ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ പോകുന്നു. പിന്നീട് കോൺഗ്രസിൻ്റെ ചാത്തന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡൻറ്റ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. ഞാൻ 2016 BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ചാത്തന്നൂർ മത്സരിക്കുമ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അന്ന് എന്നെ സ്ഥാനാർത്ഥിയാക്കാനുള്ള പരിഗണനയിലേക്ക് BJP പോകുന്നത്. അതായത് 2016 അപ്പം കോൺഗ്രസ്സുകാരനായി തന്നെ നിൽക്കുമ്പോൾ വന്ന് ചോദിക്കുന്നു. കോൺഗ്രസ്സുകാരനായി തന്നെ നിൽക്കുമ്പോൾ SNDP യൂണിയൻ്റെ ചാത്തന്നൂർ യൂണിയൻ്റെ പ്രസിഡൻ്റായി പ്രസിഡൻ്റായി അപ്പോൾ പ്രസിഡൻ്റാ 99 മുതൽ പ്രസിഡൻ്റാ. 99 യൂണിയൻ പ്രസിഡൻ്റാണ്. ഇപ്പോഴുമാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് യൂണിയൻ പ്രസിഡന്റ് നേതൃത്വത്തിലുണ്ട്. അപ്പോൾ അതാണ് ഈ പശ്ചാത്തലമായിരിക്കാം ഒരു പക്ഷേ അവർക്ക് എന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് തോന്നിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു പ്രചാരകരുടെ ഇപ്പോൾ സംഗതി, അദ്ദേഹമാണ് എന്നെ ഈ 16 സ്ഥാനാർത്ഥിയാക്കാൻ. അതിന് മുമ്പേ ഒരു 3-4 മാസം മുമ്പേ ചോദിച്ചു തുടങ്ങുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ 2011 തെരഞ്ഞെടുപ്പിൽ കുറച്ച് വോട്ടേ അവിടെ ഉള്ളൂ. കുറച്ച് അവിടേക്ക് വന്ന് മത്സരിക്കുമ്പോൾ പ്രയോജനമില്ല. പ്രത്യേകിച്ച് BJP ആണ്. BJPക്ക് ഒരിടത്തും വോട്ട് കിട്ടാത്ത കാലമാണ്. പിന്നെ എന്താണ് അപ്പോൾ അങ്ങനെ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്? എൻ്റെ ഇത്തരം സാമൂഹ്യ പശ്ചാത്തലം എല്ലാം ഉണ്ടല്ലോ അവിടെ. അല്ല, അങ്ങ് തീരുമാനിച്ചേ. ഞാൻ ചോദിച്ചാൽ അവരൊക്കെ കോൺഗ്രസിൽ പിന്നീട് വേണമെങ്കിൽ എനിക്ക് സീറ്റ് കിട്ടിയേക്കാമെന്ന് പ്രതീക്ഷിക്കാമല്ലോ. കോൺഗ്രസിനാണ് കൂടുതൽ സാധ്യത. കാരണം അവിടെ കോൺഗ്രസ് തോറ്റുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. എന്നിട്ടും പിന്നെ എന്താണ് BJPയുടെ ഓഫർ സ്വീകരിച്ചത്? അല്ല, BJPയുടെ ഓഫർ അതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തതാണ്. കോൺഗ്രസ് പലപ്പോഴും എന്നെ ഒഴിവാക്കി തോക്കുമാണെങ്കിലും തരത്തില്ലാത്ത അവസ്ഥയായി. സ്ഥാനാർത്ഥിത്വം മാത്രമല്ല, സംഘടനാ ചുമതലകളിൽ നിന്നും മനഃപൂർവ്വം ചില ആൾക്കാർ, ഞാൻ ഇപ്പോൾ പേരൊന്നും പറയുന്നില്ല, അവർ പലരും ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നത് അവിടുത്തെ ഗ്രൂപ്പ് അപ്പോൾ എന്നെ ഒഴിവാക്കി. അത് പിന്നീട് ആ ഒരു ചിന്തയും കൂടി ഇടയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു പ്രേരണ കൂടി വരുന്നത്. അപ്പോൾ ഞാൻ അന്ന് ചാത്തന്നൂർ SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ആ സ്കൂളിൻ്റെ പ്രഥമാധ്യാപകൻ കൂടിയാണ്. അവിടെ തന്നെ അപ്പോൾ ഇതെല്ലാം കൂടി ആയിരിക്കും അവരൊരു പക്ഷേ. എത്ര കാലമായി ജോലി കയറിയിട്ടാണ്? ഞാൻ നേരത്തെ SN ട്രസ്റ്റിൻ്റെ തന്നെ ചെമ്പഴന്തി സ്കൂളിൽ അധ്യാപകനായിരുന്നു. അവിടുന്ന് 2003 SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപിക്കുന്നത് ചാത്തന്നൂരിൽ. അപ്പോൾ എന്നെ അവിടുത്തെ ഇവിടുന്ന് മാറ്റി ഹെഡ് മാസ്റ്ററായിട്ട് വിടും. റിട്ടയറായോ? ഇപ്പോൾ റിട്ടയർഡായി. 3-4 വർഷം. ഓക്കെ. അപ്പോൾ ഒരു 1000 വിദ്യാർത്ഥികളുണ്ട്. ഒരു എയ്ഡഡ് സ്കൂള്. SNDP യൂണിയൻ്റെ പ്രസിഡൻ്റാണ്. ഇതെല്ലാം ആയിരിക്കാം ഒരു പക്ഷേ അവരെന്നെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുക. അത് സ്വാഭാവികം, അവരവിടെ പരിഗണി സ്വാഭാവികം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ അവഗണനയും വന്നപ്പോൾ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് എന്തായിരുന്നു ആദ്യത്തെ അനുഭവം? ആ പരീക്ഷണം, സീറ്റ് എടുത്തപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഓഫർ വല്ലതും വന്നോ? പോകണ്ടെന്ന് വല്ലതും പോകണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞു. അന്നത്തെ ഒരുപാട് നേതാക്കന്മാർ എന്നെ വിളിച്ചു. ഡൽഹിയിൽ നിന്ന് വരെ വിളി വന്നു, നിങ്ങൾക്ക് സീറ്റിനെ കുറിച്ച് പരിഗണിക്കാം. അന്ന് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഇപ്പോഴത്തെ MP കൊടിക്കുന്നിൽ സുരേഷ് എന്നെ വിളിച്ചു. ഞാൻ പകുതി വഴിയായി, നമുക്കൊന്ന് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, എടുത്ത തീരുമാനത്തിൽ ഇനി മാറ്റമില്ല, ആ തീരുമാനത്തിൽ ഞാൻ തുടരും. അതുകൊണ്ട് ആ തീരുമാനം മാറ്റാനായിട്ട് നിങ്ങൾ വരണ്ട, മറ്റെന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് വരാം എന്ന് പറയുകയാണ് ചെയ്തത്. ആ തിരഞ്ഞെടുപ്പിൽ 3000 എന്നുള്ളത് 33,000 വോട്ടിലേക്ക് മാറി. കോൺഗ്രസ് അവിടെ 3-ാം സ്ഥാനത്തായി. ശ്രീ സൂര്യനാട് രാജശേഖരനായിരുന്നു UDF സ്ഥാനാർത്ഥി. 30,000 വോട്ടിലേക്ക് UDF മാറി, കോൺഗ്രസ് സ്ഥാനാർത്ഥി മാറുന്നത്. അദ്ദേഹം KPCC ജനറൽ സെക്രട്ടറിയാണ്. അത് വലിയ പണ്ഡിതനൊക്കെയാണല്ലോ. പണ്ഡിതനൊക്കെയാണ്. ഈ 16 ഈ 3000-ൽ നിന്ന് 33,000 കയറി എന്താണ് അങ്ങ് പ്രത്യേകമായിട്ട് ചെയ്തത്? എൻ്റെ ഈ സാമൂഹ്യ പശ്ചാത്തലമൊക്കെ ഉണ്ടല്ലോ, ആ സാമൂഹ്യ പശ്ചാത്തലവും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. ഒപ്പം
വോട്ട് വർധനവ് അതനുസരിച്ച് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ BDJS ആ സമയത്ത് വന്നു തോന്നുന്നല്ലേ? BDJS അകത്ത് വന്നു. BDJS ആ സമയത്ത് വന്നു. അന്നാണ് BDJS കൂടുതൽ വോട്ട് വാങ്ങുന്നത്. ആദ്യത്തെ വർഷം, ആദ്യത്തെ 2016 വലിയ ശക്തമായ BDJS രൂപീകരണം ശംഖുമുഖം. അപ്പം ചോദിച്ചില്ലേ BDJSലേക്ക് ചോദിച്ചില്ലേ? വെള്ളാപ്പള്ളി ചോദിക്കേണ്ടതാണല്ലോ SNP യൂണിയൻ പ്രസിഡന്റ്. അല്ല, അദ്ദേഹം അങ്ങനെ തന്നെ ചോദിച്ചിട്ടില്ല. ഇല്ല. അതൊക്കെ സ്വന്തമായ നിലപാടെടുക്കാൻ അദ്ദേഹം സ്വാതന്ത്ര്യ അനുവാദമൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് അങ്ങനെ കിട്ടുന്നുണ്ട്. ഇത് സകലരും ഞെട്ടിച്ചു കാണും. അതാണ് ചാത്തന്നൂർ വഴിത്തിരിവായത്. കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോകുന്നു ചാത്തന്നൂരിൽ. അത് 2014 തൊട്ടുമുമ്പ് മത്സരിക്കുന്ന ശ്രീമതി ബിന്ദു കൃഷ്ണയാണ്. ബിന്ദു കൃഷ്ണ ചാത്തന്നക്കാരിയാണ്. 17,000 വോട്ടിന് ബിന്ദു കൃഷ്ണ പരാജയപ്പെടുന്നു. അന്ന് പക്ഷേ 47,000 വോട്ട് ബിന്ദു കൃഷ്ണ പിടിച്ചിട്ടുണ്ട്. അവിടെയാണ് 30,000 വോട്ടിലേക്ക് 2016 മാറുന്നത്. മനസ്സിലായി. അപ്പം ഇതിനു വേണ്ടി എന്താ സ്പെഷ്യലി അങ്ങ് ചെയ്ത് അങ്ങ് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെയായിരുന്നു? തെരഞ്ഞെടുപ്പ് പ്രചരണം നീ പറഞ്ഞു, എനിക്ക് ഇത്തരം ബന്ധങ്ങളെല്ലാം ഉണ്ടല്ലോ. ഈ ബന്ധങ്ങളും BJPയുടെ ബന്ധങ്ങളും എല്ലാം അതൊരു വഴിത്തിരിവായിട്ട് ചാത്തന്നൂരിൽ മാറുകയാണ്. ഓക്കെ. 2021 അവിടെ തന്നെ തുടർന്ന് 2021 BJPയുടെ ഞാൻ 16 ഞാൻ BJPയുടെ സംസ്ഥാന സമിതി അംഗമാക്കി. ഇലക്ഷൻ കഴിഞ്ഞ് 20 ഞാൻ പാർട്ടിയുടെ ജില്ലാധ്യക്ഷനാവുന്നു. ജില്ലാ പ്രസിഡന്റ്. ചുരുങ്ങിയ കാലം കൊണ്ട് എന്നെ പാർട്ടി ജില്ലാധ്യക്ഷനാക്കുക. വലിയ വിശ്വാസ പാർട്ടി എന്നെ അർപ്പിച്ചത്. 20-25 കാലഘട്ടം ഞാൻ പാർട്ടിയുടെ ജില്ലാധ്യക്ഷനായിരുന്നു. 21 വീണ്ടും ചാത്തന്നൂരിൽ മത്സരിക്കുന്നു. 33,000 എന്നുള്ളത് 42,270 മാറുന്നു. അന്ന് 21 തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ നിയമസഭാ മണ്ഡലമാണ് ചാത്തന്നൂർ. 10,000 വോട്ടിൻ്റെ വർധനവ് ഏറ്റവും കൂടുതൽ. അല്ലാതെ കൂടുതലല്ല, വർധനവ് ഏറ്റവും കൂടുതൽ. പിന്നീട് ഇപ്പോൾ മത്സരിക്കും. അപ്പോൾ എത്ര വ്യത്യാസത്തിൽ അവർ ജയിക്കുന്നത്? അവരുടെ ഭൂരിപക്ഷം 17,000. LDF സ്ഥാനാർത്ഥി ജയലാലിന്റെ ഭൂരിപക്ഷം 17,000. 17,000 ഭൂരിപക്ഷത്തിലേക്ക് അവർ മാറുന്നു. നമ്മൾ 40 ഇടുന്നു. കോൺഗ്രസ് വീണ്ടും താഴോട്ട് പോകുന്നു. കോൺഗ്രസ് അന്ന് മത്സരിച്ച പീതാംബരക്കുറുപ്പാണ്. പീതാംബരക്കുറുപ്പ് മത്സരിച്ചു. പീതാംബരം അവിടുത്തെ കൊല്ലത്തിൽ MP ആയിരുന്നില്ല അദ്ദേഹം. അദ്ദേഹമാണ് 21 സ്ഥാനാർത്ഥി. അദ്ദേഹം 30 എന്നുള്ളത് 33 3,000 വോട്ടിൻ്റെ വർധനവ്. പക്ഷെ നമ്മൾ 42,270. എന്നിട്ട് ഈ അവിടെ തന്നെ മണ്ഡലം കേന്ദ്രീകരിച്ച് വീണ്ടും മണ്ഡലം കേന്ദ്രീകരിച്ച് നിൽക്കുക. 2 തവണത്തെ പരാജയം. ഇപ്പോൾ വീണ്ടും ഒരു 10,000 വോട്ട് കൂടി 52,000. അപ്പോൾ ഈ 5 കൊല്ലം എന്ത് ചെയ്ത്? കഴിഞ്ഞ ഈ 2021 മുതൽ 26 വരെയുള്ള ഒരു പ്രവർത്തനം. അത് 25 വരെ ജില്ലാ പ്രസിഡന്റ് കൂടെ ആയിരുന്നല്ലോ. നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ച് അവിടുത്തെ ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെട്ടിട്ട് അവരോടൊപ്പം നിൽക്കുകയായിരുന്നു, ഒരു സാധാരണ പ്രവർത്തകനെ പോലെ. ഞാൻ പറഞ്ഞ അങ്ങൊരു അറിയപ്പെടുന്ന നേതാവല്ല സംസ്ഥാന തലത്തിൽ. അങ്ങ് ഇപ്പം ഞാൻ പറഞ്ഞ ഈവൻ മേയറായിരിക്കുന്ന രാജേഷ് പോലും അന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന നേതാവാണ്. അങ്ങനെ വാർത്തകളിലൊന്നുമില്ല. അവിടെ മത്സരിച്ച് 2ാമത് എത്തുന്നത്. പിന്നെ എങ്ങനെയാണ് അങ്ങ് ഇത്രയും ഈ ലോ പ്രൊഫൈലിൽ നിന്നുകൊണ്ട് ഈ വിജയത്തിലേക്ക് എത്തുന്ന തരത്തിലേക്ക് എന്ത് തരം മാജിക്കാണ് കാണിച്ചത്? ഒരു മാജിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ അവരോടൊപ്പം നിൽക്കുക. ഞാൻ അവരുടെ മുന്നിൽ ഒരു നേതാവുമല്ല. അവർക്ക് എപ്പോഴും എന്നെ സമീപിക്കാം. ഞാൻ അങ്ങോട്ടും അവരെ സമീപിക്കാറുണ്ട്. അവർ വിഷയങ്ങളിൽ ഇടപെടാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ആ വിശ്വാസമാണ് ഇപ്പോൾ വിജയത്തിലേക്ക് നയിച്ചത്. എന്ന് പറഞ്ഞ് ഈ പ്രചരണം ഞാൻ വിജയിച്ചതുകൊണ്ടാണ് ചോദിക്കുന്നത്. സ്പെഷ്യലി എന്ത് ചെയ്തു? ഈ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സ്പെഷ്യലി എന്ത് ചെയ്തു? ജയവർമ്മ ഒന്ന് അവരുമായിട്ടൊരു ദൈനംദിന ബന്ധമുണ്ടല്ലോ. ആ ദൈനംദിന ബന്ധം ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘ് ഒരു സംയോജകനെയും ഒരു സഹസംയോജകനെയും തീരുമാനിക്കും. പ്രാന്തം സംസ്ഥാനത്തിലെ ഏറ്റവും മുതിർന്ന പ്രചാരകൻ ശ്രീ ശെൽവേട്ടനാണ് സംയോജകമായിട്ട് വന്നത്. സഹസംയോജകൻ അവിടെ അങ്ങനെയും കൂടി സഹസംയോജനം വെച്ച് രാഷ്ട്രീയ സ്വയംസേവക സംഘം. കൊല്ലം വിഭാഗ് പ്രചാരക് വളരെ ചെറുപ്പക്കാരനായ അനൂപ്ജി, അദ്ദേഹമാണ് സഹസംയോജകമായിട്ട് വരുന്നത്. അവരുടെ നേതൃത്വത്തിൽ നടത്തിയൊരു ചിട്ടയായ സംഘടനാ പ്രവർത്തനം സംഘപരിവാർ പ്രസ്ഥാനം മുഴുവൻ ഒരുമിച്ച് നിന്നു. പിന്നെ അവിടെ ഗ്രൂപ്പും ഇല്ലെന്ന് ഒന്നും ഒരു കാര്യമില്ല. അവിടെ 196 ബൂത്തിൽ 174 ബൂത്തിൽ സമാന്തര വോട്ടർ പട്ടിക തയ്യാറാണ്. കുറച്ച് വോട്ട് BJPയുടെ അത്ര. അതിന് സഹസംയോജകനായ ശ്രീ അനൂപ്ജി എടുത്ത ഒരു വലിയ പരിശ്രമമുണ്ട്. അതായത് പോളിംഗ് ദിവസവും ചോദിക്കുക, ഓരോ മണിക്കൂർ ഇടവിട്ട് ആ ഉറച്ച വോട്ടിൽ എത്ര വോട്ട് രേഖപ്പെടുത്തി. ആ ഉറച്ച വോട്ടുകൾ രേഖപ്പെടുത്താനുള്ള പരിശ്രമം വീണ്ടും 5 തവണ സ്ക്വാഡ് വർക്ക് നടത്തിയിട്ടുണ്ട്. 2-ാം തീയതി ഒരു സ്ഥാനാർത്ഥിയുടെ സ്വീകരണ പരിപാടി അടക്കം അവസാനിക്കുന്നു. മെയ് 2-ന്. 9-ന് തെരഞ്ഞെടുപ്പ്. പഴയ 2 അനുഭവങ്ങളുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ. ഈ സ്വീകരണ പരിപാടിയൊക്കെ നീട്ടിക്കൊണ്ടുപോയാൽ നമ്മുടെ പ്രവർത്തകർ വീടുകളിൽ പോകാൻ സമയം കിട്ടത്തില്ല.
ആകപ്പാടെ വന്ന ദേശീയ നേതാവ് കേന്ദ്രമന്ത്രി ശ്രീ നഡ്ഡാജി മാത്രമാണ്. അത് ഒരു ഇൻഡോർ പ്രോഗ്രാം. 2-ാം തീയതി സ്വീകരണ പരിപാടി അവസാനിച്ചു. 3 മുതൽ 8-ാം തീയതി വരെ പൂർണ്ണമായും നമ്മുടെ പ്രവർത്തകർ ഫീൽഡിൽ തന്നെയായിരുന്നു. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് 1 മണിക്കൊക്കെ ചെല്ലുമ്പോഴും നമ്മുടെ ബൂത്ത് തല പ്രവർത്തകർ ഓരോരുത്തർ അവരുടെ വീടുകളിൽ കയറി ഈ കൊടും വെയിലത്ത് CPM ഏതാണ്ട് 10 മണിയായപ്പോഴേ അത്തരം പ്രചരണമൊക്കെ അവസാനിപ്പിക്കുന്നു. BJPയുടെ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ, താഴെ തട്ടിൽ നിൽക്കുന്ന പ്രവർത്തകർ ആ ഒരു വെയിലത്ത് ഒരു വിശ്രമമില്ലാതെ തുടർച്ചയായി വീടുകളിൽ പോകും. ഇതാരും ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണ് മാധ്യമങ്ങളൊന്നും താഴെ തട്ട് നടക്കുന്ന വർക്കിനെ കുറിച്ച് ഒരു റോഡ് ഷോ ഇല്ല ഒരു ദേശീയ നേതാവിൻ്റെ ആരുടെയും. വളരെ സൈലൻ്റ്. കാര്യം ഈ BJP ദേശീയ നേതൃത്വം വിചാരിച്ചില്ലെന്ന് തോന്നുന്നല്ലേ? അല്ല, അതിനെക്കുറിച്ച് പറയാൻ എനിക്കറിയില്ല. എങ്ങനെയാണെന്ന് പറയാൻ എനിക്കറിയില്ല. എൻ്റെ 2021 തെരഞ്ഞെടുപ്പിൽ അമിത്ഷാജി ആയിരുന്നു വന്നത്. LDF ഭയങ്കര ക്യാമ്പയിൻ നടത്തി. കാരണം അമിത്ഷാജിയാണ് വന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല BJP വിജയിച്ചാൽ. ഇതായിരുന്നു പ്രചരണം. അപ്പോൾ അതെനിക്ക് അനുഭവമായി. അത്തരം കാടിളക്കിയുള്ള പ്രചരണം വേണ്ട. എങ്ങും ഒരു ഏകീകരണം ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്. നിശബ്ദമായി ചെയ്യുക. മാധ്യമങ്ങളോടും ശ്രദ്ധിച്ചില്ല. എല്ലാ മാധ്യമങ്ങളും, പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും എഴുതി LDFൻ്റെ ശരിയായി ഒരു കുറച്ച കോട്ടയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. അവർ ജയിക്കാൻ പോകുന്നു. 10,000-ത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. പോളിങ്ങിന് ശേഷവും മാധ്യമങ്ങൾ എന്താ എഴുതിയത്? ചാത്തന്നൽ ഉറപ്പായിട്ട് LDF. പിന്നെ മറുനാടനെ പോലുള്ള ചില മാധ്യമങ്ങളാണ് എഴുതിയത് ഒരു പക്ഷേ BJP വേണമെങ്കിൽ ജയിക്കാം എന്ന തരത്തിൽ. സർവേക്ക് പോയപ്പോൾ ഞങ്ങൾക്ക് ആ പൾസ് മനസ്സിലായി. ആറ്റിങ്ങിൽ നല്ല മാറ്റമുണ്ട്. ആറ്റിങ്ങിൽ തന്നെ 13 വോട്ടിനല്ലേ വ്യത്യാസം. ആറ്റിങ്ങിൽ ചെന്നപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിയത്. ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ചാത്തന്നൂർ നമുക്ക് രണ്ടാമതെത്തിയതിൻ്റെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആറ്റിങ്ങിൽ ചെന്നപ്പോഴാണ് ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയത്. എന്നിട്ട് ഈ പ്രചരണം മുമ്പോട്ട് പോയപ്പോൾ തന്നെ നമുക്ക് ഉറപ്പായിരുന്നു ജയിക്കും. തുടക്കം മുതലേ ഉറപ്പായിരുന്നു. UDF ആദ്യം ഫോർവേഡ് ബ്ലോക്കിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ ദേവരാജനെ അവിടെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചത് വലിയ മാറ്റമാണ്. ഫോർവേഡ് ബ്ലോക്കിൻ്റെ ദേവരാജനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസ്സുകാരെല്ലാം കൂടി ദേവരാജനെതിരെ പോസ്റ്റർ ഇറക്കി. അവിടുത്തെ ചില പ്രാദേശിക നേതാക്കന്മാർക്ക് കോൺഗ്രസിൽ നിന്ന് മത്സരിക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. പോസ്റ്റർ എഴുതി ദേവരാജന് കൊടുക്കാൻ പറ്റില്ല, ഇത് ഡീലാണ്, BJP വിജയിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം നടത്തുകയാണെന്നൊക്കെ പ്രചരണമൊക്കെ നടത്തി. അവസാനം അദ്ദേഹത്തെ മാറ്റിയിട്ടാണ് UDF കോൺഗ്രസ് പുതിയ സ്ഥാനാർത്ഥിയോടെ കൊണ്ടുവന്നത്. ശരി, അപ്പോൾ വലിയ പ്രചരണം, പുതിയ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നതിന് മറ്റൊന്നുമില്ല, വിജയിക്കാൻ പോകുന്ന രീതിയിലൊക്കെ പ്രചരണത്തിലേക്കൊക്കെ മാറുകയുണ്ടായി. CPIക്കും സംബന്ധിച്ച് അവിടെ സിറ്റിംഗ് MLA ജയലാൽ 3 തവണയായി. അദ്ദേഹത്തെ മാറ്റി. ഒരു മാധ്യമങ്ങളൊക്കെ എന്നോട് ചോദിച്ചു അദ്ദേഹത്തിന് മത്സരിക്കണം താല്പര്യം ഉണ്ടായിരുന്നല്ലോ, എന്താ പിന്നെ മാറ്റി? അത് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യമല്ല, അത് അവരുടെ അഭ്യന്തര കാര്യം. ഇങ്ങനെ പല ഘടകങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത്രയും UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥിയെ തന്നെ മാറ്റേണ്ട അവസ്ഥ. എന്നാൽ അവർ ചോദിക്കും ഞങ്ങൾ ആരെങ്കിലും ദേവരാജനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചെന്ന് ചോദിച്ചാൽ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചില്ല. മാധ്യമ വാർത്തകളാണ് ഞാൻ പറഞ്ഞത്. അനിതക്കോണോടെ പ്രചരണ പരിപാടിയിലേക്ക് ആണ് ആ തുടക്കത്തിൽ പോയത്. അപ്പോൾ അതടക്കം കാര്യം തുടർച്ചയായിട്ട് കോൺഗ്രസ് 2-ാം സ്ഥാനത്ത് വരുന്നു, അല്ല 3-ാം സ്ഥാനത്ത് വരുന്നു. 3-ാം സ്ഥാനത്ത് വരുന്ന കോൺഗ്രസ്സിന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ആര് സ്ഥാനാർത്ഥിയായാലും അങ്ങനെ ആവട്ടെ എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നു. അവിടെയും മറ്റ് 2 സ്ഥാനാർത്ഥികളും നിയമസഭാ മണ്ഡലത്തിന് പുറത്തുള്ളവരാണ്, UDFൻ്റെയും LDFൻ്റെയും. അപ്പോൾ നാട്ടുകാരനാണ്. 2 തവണ 2-ാം സ്ഥാനത്ത് വന്ന ആളാണ്. ആ ഒരു പരിഗണനയൊക്കെ എങ്കിലും 17,000 വോട്ടിൻ്റെ ഗ്യാപ്പ് കവർ ചെയ്യാൻ വേണ്ടി അഡീഷണൽ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞില്ല, ഈ സംഘടനാ വർക്ക്, ബൂത്ത് തല സംഘടനാ വർക്ക് ചെയ്തു. സംഘപരിവാർ പ്രസ്ഥാനം വീടാന്തരം കയറി നടത്തിയൊരു പരിശ്രമം. നമുക്ക് നമ്മുടെ വോട്ടിൻ്റെ കൂടെ കുറച്ച് വോട്ട് പിടിക്കാനുള്ള സംവിധാനം ചെയ്തു. 10,000 വോട്ട് വീണ്ടും വർദ്ധിച്ചു. 42,000 എന്നുള്ളത് ഇപ്പോൾ 52,000 വർദ്ധിച്ചു. അപ്പോൾ മറ്റേത് കുറഞ്ഞു. അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും 10,000 വോട്ട് വർദ്ധിക്കുക. കോൺഗ്രസിൻ്റെ വോട്ട് ഇത്തവണ കൂടി തോന്നല്ലേ? കോൺഗ്രസിൻ്റെ വോട്ട് കൂടി. UDFന് അനുകൂല തരംഗമായതുകൊണ്ട് 1000 വോട്ട് കൂടി. അപ്പോൾ ശരിക്കും കിട്ടിയത് CPMൻ്റെ വോട്ട്, CPIയുടെ വോട്ടാണ് കിട്ടുന്നത്. LDF വോട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇവർ 57,000 പിടിച്ച LDF 47,000 കുറഞ്ഞില്ലേ? 47,000 വോട്ട്. എന്നിട്ട് ഈ എപ്പോഴെങ്കിലും ഒരു ആശങ്ക ഉണ്ടായിരുന്നോ വിജയസാധ്യത ഇല്ല എന്നൊരു ആശങ്ക ഉണ്ടായ സാഹചര്യമുണ്ട്? ഈ UDF തരംഗം ഫീൽ ചെയ്തില്ലായിരുന്നു? അപ്പോൾ UDF വോട്ട് പിടിക്കുമ്പോൾ UDF വോട്ട് പിടിക്കുമ്പോൾ അത് ഒരിക്കലും ചാത്തിന് നടക്കില്ല. എന്നറിയാമോ? 2-ാം സ്ഥാനത്ത് വന്നത് BJP ആണല്ലോ. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്താ അധികാരത്തിൽ വരാൻ കാരണം? കഴിഞ്ഞ തവണ 35 കൗൺസിലർമാരുണ്ട്. അപ്പോൾ മുഖ്യ പ്രതിപക്ഷം ആരാ? BJP ആണ്.
സമാനമായ അവസ്ഥയാണ് ചാത്തന്നൂർ. ചാത്തന്നൂർ 2 തിരഞ്ഞെടുപ്പിലും 2ാം സ്ഥാനം, ഉം. സ്ഥാനാർത്ഥിക്കും മാറ്റമില്ല. ഉം. അപ്പോൾ ഇവിടെ പിണറായി സർക്കാരിനെതിരെയുള്ള ജനവിധി അത് BJPയിലൂടെ ആവണമെന്നും കൂടി ചിന്തിക്കേണ്ടായി. അതെ, പിണറായിക്കെതിരായുള്ള എല്ലാ വോട്ടും BJPക്കാണ് ചാത്തന്നൂർ കിട്ടാൻ കാരണം. 2 തവണ 2ാം സ്ഥാനത്ത് വന്നു. UDF അവിടെ ചിത്രത്തിലേ ഇല്ല. വിജയസാധ്യത തീർച്ചയായിട്ടും അങ്ങനെയാണെന്ന് കാരണം പിണറായിക്കെതിരെയുള്ള വോട്ട് അങ്ങോട്ട് വന്നു. പിണറായിക്കെതിരെ വോട്ട് കോൺഗ്രസിന് കൊടുത്താൽ വേസ്റ്റ് ആവും. മാത്രമല്ല ഇടതു മുന്നണിയുടെ വോട്ടാണ് ഈ തവണ ചോർന്നത് മൊത്തത്തിൽ എല്ലായിടത്തും. അത് കോൺഗ്രസിന് കിട്ടിയതും BJP കിട്ടിയതൊക്കെ അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ വോട്ട് വിജയസാധ്യത കിട്ടും. ഒപ്പം നരേന്ദ്രമോദി ഭരണ നേട്ടം. അതെ, ന്യൂനപക്ഷ വോട്ട് കുറച്ചെങ്കിലും കിട്ടിക്കാണുമോ? ഉറപ്പാണ്. എനിക്ക് എല്ലാ വിഭാഗങ്ങളിലും വോട്ട് കിട്ടിയിട്ടുണ്ട്. ഉണ്ട്. വളരെ കൂടുതൽ കിട്ടിയെന്നല്ല ഞാൻ പറയുന്നത്. എല്ലാവരുമായിട്ട് ഞാൻ ഇടപെടുന്ന ആ രീതി തന്നെയാണ്. സ്വാഭാവികമായിട്ട് അവരുടെ വോട്ട് LDF UDF ഇത്തവണയും അത്തരം ഏകീകരണം LDFന് അനുകൂലം. അതുകൊണ്ട് അല്ലെങ്കിൽ LDF ഇതിനെക്കാട്ടും താഴോട്ട് പോയാൽ BJP ജയിക്കാതിരിക്കാൻ എല്ലായിടത്തും കാണിക്കുന്ന എല്ലാം അത് അവിടെ നടന്നിട്ടുണ്ട്. ഇത്തവണ നടന്നു. ഞാനല്ലെങ്കിൽ 21 ജയിച്ചാനാ. കാര്യം 22 ബൂത്ത് കൊണ്ടാണ് അന്ന് പരാജയപ്പെടുന്നത്. മൈനോറിറ്റി, ഈ പറഞ്ഞ ന്യൂനപക്ഷ മേഖലകളിലെ വോട്ട്. അവിടെ പരമ്പരാഗതമായി UDFന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന UDFൻ്റെ ത്രിതല പഞ്ചായത്ത് പ്രതികളുള്ളിടത്ത് 2016 ശേഷം 21 നമ്മൾ കാണുന്നത് LDFന് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ LDFന് ആ കേന്ദ്രീകരണം ഇപ്പോഴും നടന്നിട്ടുണ്ട്. പക്ഷേ അതിനെയും മറികടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട്. എങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം? എപ്പോഴും തുടങ്ങും? രാവിലെ ഒരു ദിവസം സ്ഥാനാർത്ഥി നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു? നേരത്തെ തുടങ്ങി. ഈ സീറ്റിൻ്റെ കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു? സീറ്റിനകത്ത് ഉറപ്പ് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു ഉറപ്പുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ആണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. ഞാനത് സ്ഥാനാർത്ഥി ആകുമെന്നുള്ള രീതിയിലുള്ള സംഘടനാ പ്രവർത്തനമല്ല. അല്ലെങ്കിലും ചാത്തന്നൂരുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. അതൊരു സ്ഥാനാർത്ഥി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പേ തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തിന് വേണ്ടിയല്ല, സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുമായിരുന്നു. അല്ല, അതുകൊണ്ട് ഏകദേശം സമയത്ത് തീർക്കാൻ പറ്റി പ്രചരണം. എല്ലായിടത്തും കയറാനും സംസാരിക്കാനും. എത്ര വീട് കയറിയിട്ടുണ്ടാവുമായിരിക്കും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ഒരു കുറച്ച് ദിവസമല്ലേ ഉണ്ടായിരുന്നു. ഞാൻ ലക്ഷ്യമിട്ടത് 2000 വീടെങ്കിലും കയറണമെന്നായിരുന്നു. പ്രഖ്യാപിച്ച ശേഷം. അതിനു മുമ്പ് ഞാൻ അവിടുത്തെ എല്ലാ പൊതു ചടങ്ങുകളും, വിവാഹമായാലും മരണമായാലും മറ്റു ചടങ്ങായാലും ഞാൻ സ്ഥിരം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരുമാതിരി എല്ലാ വീട്ടിലും പോയിട്ടുണ്ടാവും. അവിടുത്തെ സിറ്റിംഗ് MLA പോകുന്നതിൻ്റെ ഒരു 80% ഞാനും പോയിട്ടുണ്ട്. അവിടുത്തെ ഈ പറഞ്ഞ ചടങ്ങുകൾക്കെല്ലാം ഞാൻ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ 10 വർഷം തുടർച്ചയായി ചെയ്തു പോകുന്ന ഒരു പ്രവർത്തനമാണത്. ഞാൻ പറഞ്ഞത് ഈ പ്രചരണത്തിൻ്റെ രീതി എപ്പോഴാണ് തുടങ്ങുന്നത്? സാധാരണ എപ്പോഴായിരുന്നു? രാവിലെ സ്ഥാനാർത്ഥി എന്ന രീതിയിലാണ്. സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഞാൻ രാവിലെ ഒരു 6 മണിക്ക് തുടങ്ങും. അവസാനിക്കുന്നതിന് സമയമൊന്നുമില്ല. 12 മണിയെന്ന് ഇരിക്കും. ചില വ്യക്തിപരമായ കൂടിക്കാഴ്ചയൊക്കെ പോകേണ്ടത് ചിലപ്പോൾ വൈകിയായിരിക്കുമല്ലോ, അല്ലെങ്കിൽ രാവിലെ ആയിരിക്കുമല്ലോ പോകുന്നത്. അത് 12:30 മണി വരെ 1 മണി വരെയൊക്കെ നീണ്ടുപോയ ദിവസങ്ങളുണ്ട്. ഇനിയിപ്പോൾ എന്താണ് അവിടുത്തെ ഒരു MLA എന്ന നിലയിൽ എന്താണ് അങ്ങയുടെ മനസ്സിലുള്ള ഒരു സ്വപ്നം? ചാത്തന്നൂരിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങളിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു മേഖലയാണ്. ഒരു പ്രധാന കാർഷിക മേഖലയായിരുന്നു, തൊഴിൽ മേഖലയായിരുന്നു, വ്യവസായ മേഖലയായിരുന്നു. പരമ്പരാഗത വ്യവസായങ്ങൾ ഈറ്റില്ലമായിരുന്നു ചാത്തന്നൂർ. കയറായാലും കശുവണ്ടിയായാലും കൈത്തറിയായാലും. ഇപ്പോൾ ഉള്ളൊരു സ്പിന്നിങ് മില്ല് പോലും പൂട്ടേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സ്പിന്നിങ് മില്ലായിരുന്നു. അപ്പോൾ ആ പരമ്പരാഗത വ്യവസായങ്ങളെല്ലാം അടച്ചുപൂട്ടി. ഞാനിപ്പോൾ ഒരു കശുവണ്ടി ഫാക്ടറിയിൽ, ആകെപ്പാടെ 4 കശുവണ്ടി ഫാക്ടറി ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നുള്ളൂ. 3 ലക്ഷം കശുവണ്ടി തൊഴിലാളികൾ ഉണ്ടായിരുന്ന ജില്ലയാണ് കൊല്ലം. പ്രവർത്തിക്കുന്ന കശുവണ്ടി ഫാക്ടറിയിൽ ആ പാവപ്പെട്ട തൊഴിലാളികൾ മുന്നിൽ ചെന്നപ്പോൾ അവരോട് ഞാൻ ഓട്ടപ്പതിച്ചു. അവരോട് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോളൂ, നിങ്ങൾ 2 മുന്നണിയും മാറി മാറി പരീക്ഷിച്ചു, ഒരവസരം തരണം. അപ്പോൾ അവരെന്നോട് ആ സഹോദരൻ പറഞ്ഞു, ഇത്തവണ നിങ്ങൾക്ക് തന്നെ അവസരം. ഇവരെ 2 പേരെയും ഞങ്ങൾ പരീക്ഷിച്ചിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല, കശുവണ്ടി മേഖലയിൽ മാറ്റം ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നൊരു ചോദ്യം അവർ ചോദിച്ചു. അവരുടെ ഒറ്റ മറുപടിയാണ് ഞാൻ പറഞ്ഞു, തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നിയമസഭയിൽ പ്രവർത്തിക്കും എന്നാണ് അവരുടെ പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും ഈ കശുവണ്ടി മേഖലയിൽ നമുക്ക് നടപ്പിലാക്കേണ്ട ഒരുപാട് പദ്ധതികളുണ്ട്. ഒന്ന്, ആ മേഖല പൂർണ്ണമായും ഇല്ലാതായ തരത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. അവിടെ ഒരു ജനപ്രതി എന്ന രീതിയിൽ, MLA എന്ന രീതിയിൽ
കേരള നിയമസഭയിൽ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഉന്നയിക്കപ്പെടുക. ഞാൻ പറഞ്ഞില്ലേ, അതിൽപ്പെട്ട തൊഴിലാളികളുമായി സംസാരിച്ചിട്ട് ഇപ്പോൾ ഒരു ആവറേജ് ഒരു മാസം 10 ദിവസം പോലും അവർക്ക് തൊഴിൽ കിട്ടുന്നില്ല. അപ്പോൾ ആ പരമാവധി ദിവസങ്ങളിലേക്ക് അവർക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ മുന്നിലുണ്ട്. ഏറ്റവും പ്രധാനം എല്ലാ ദിവസവും തൊഴിൽ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ആ തൊഴിൽ കിട്ടാൻ വേണ്ടി ഉള്ള ഒരു ഇടപെടലാണ് ഏറ്റവും ആദ്യം വേണ്ടത്. സ്വകാര്യ മേഖല പോലും പൊട്ടിപ്പോന്നു കശുവണ്ടി മേൽക്കൊല്ലം ജില്ലയിൽ. അപ്പോൾ അത് കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെയും കാപ്പെക്സിൻ്റെയും ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ഒരുപാട് അഴിമതിയുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. മനോജ് കടകംപള്ളി കക്ഷി അതെ കേസ് കൊടുത്ത് ഹൈക്കോടതിയിൽ കേസ്. അപ്പോൾ അതടക്കം ഒരുപാട് അഴിമതിയാണല്ലോ ഈ പരമ്പരാഗത വ്യവസായം ഇല്ലാതാവാനുള്ള കാരണം. അപ്പോൾ അതിന് എന്താണ് പരിഹാരം അവരുമായിട്ട് ആലോചിച്ചിട്ട് അത് ഉന്നയിക്കപ്പെടും. കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ. ഈ സംസ്ഥാന ഗവൺമെൻറ് വിഷയമാണ്, കേന്ദ്ര ഗവൺമെൻറ് വിഷയമല്ല ഈ മേഖലകളിൽ. അതടക്കമുള്ള കാര്യങ്ങൾ അവരുമായി ചർച്ച ചെയ്ത് ആ വിഷയത്തിന് ആവശ്യം വേണ്ട പരിഹാരത്തിലേക്ക് പോകും. ഈ സംസ്ഥാന സർക്കാർ BJP MLA എന്നതിൽ കാര്യമായ സപ്പോർട്ട് നൽകുന്ന വരത്തില്ല. സ്വാഭാവികമായും നമുക്ക് അപ്പം കേന്ദ്ര പദ്ധതികൾ എന്തെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കുമോ? കേന്ദ്ര പദ്ധതി കൊണ്ടുവരാൻ ശ്രമിക്കും. പക്ഷേ കേന്ദ്ര പദ്ധതികളെല്ലാം സംസ്ഥാന ഗവൺമെൻറ് വഴിയല്ലേ പറ്റും കൊണ്ടുവരാൻ പറ്റും. നേരിട്ട് നടപ്പിലാക്കുന്നവർ കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് നടപ്പിലാക്കുന്ന പദ്ധതികളൊന്നും ഇല്ലല്ലോ. പക്ഷേ അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തും. കാരണം ഇനിയിപ്പോൾ ഇവർ വളരെ ജാഗ്രതയോടുകൂടി ഇവർക്ക് ഈ അക്കൗണ്ട് പൂട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതിനൊരു ജാഗ്രത ഇല്ലെങ്കിൽ, കാരണം ഇവരിനി ഒരുമിച്ച് നിൽക്കാനൊക്കെ ശ്രമിക്കും. അത്തരം സാഹചര്യത്തിൽ ജാഗ്രത എന്ത് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. 2 പേർ എന്നോടൊപ്പമുള്ള 2 പേർ കേന്ദ്രമന്ത്രിമാരായിരുന്നവരാണല്ലോ. അവർക്ക് അവരുടേതായ ബുദ്ധിയൊക്കെ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് 2 പേരും ബുദ്ധിമാന്മാരായ കേന്ദ്രമന്ത്രിമാരാണ്. ഏത് കാര്യത്തിൽ ഇടപെടാൻ അറിയാവുന്നവരുമാണ്. അതെ, കൂടെ നിന്നാൽ മതിയല്ലേ. എന്താണ് കൊല്ലത്ത് BJPക്ക് ഇനി അടുത്ത ഒരു സാധ്യതയുള്ള സ്ഥലം കാണുന്നത് ഏതാണ്? കൊല്ലം ജില്ലയിൽ BJPക്ക് അടുത്ത സാധ്യതയുള്ള ഒരു മണ്ഡലം ഏതാ കാണുന്നത് ചാത്തന്നൂർ കഴിഞ്ഞാൽ? ബാക്കി 11 നിയമസഭ കൊല്ലം ജില്ലയിൽ. ചാത്തന്നൂരിലെ വിജയം ഈ 11 നിയമസഭാ മണ്ഡലത്തിലും മാറ്റം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മാറും. കാര്യം ചാത്തന്നൂരിലെ വിജയത്തോടു കൂടി BJPക്ക് വേണമെങ്കിൽ എവിടെയും ജയിക്കാം എന്ന രീതിയിലേക്ക് മാറി. ഒരാൾ മണ്ഡലം കേന്ദ്രീകരിച്ച് നിന്നാൽ മാത്രം മതി. അതിനുള്ള തയ്യാറെടുപ്പ് കൃത്യമായി നടത്തി കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ ബാക്കി 10 നിയമസഭാ മണ്ഡലത്തിലും BJPക്ക് വിജയിക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ സാധ്യത ഏതാ കാണുന്നത്? നിലവിലിപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് കരുനാഗപ്പള്ളിയിലാണ്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരുന്നത് കരുനാഗപ്പള്ളിയിലാണ്. കരുനാഗപ്പള്ളി എനിക്ക് തോന്നുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുമ്പിൽ വന്നായിരുന്നു. ലോക്സഭ ശോഭാ സുരേന്ദ്രൻ രണ്ടാമത് വന്ന 49,000 വോട്ട് വന്നിട്ടുണ്ട്. ശ്രീ KS രാധാകൃഷ്ണൻ സാർ മത്സരിക്കുമ്പോൾ 34,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം കരുനാഗപ്പള്ളി വേണമെങ്കിൽ നമുക്ക് വളരെ ശ്രദ്ധിച്ച് കയറ്റാവുന്ന മണ്ഡലം. കൊട്ടാരക്കര അങ്ങനെ തന്നെയാണ്. പത്തനാപുരം തവണ എനിക്ക് തോന്നുന്നത് ഗണേഷ് വിരുദ്ധ വോട്ടെല്ലാം കൂടെ ജ്യോതികുമാറിന് പോയത്. അവിടെ പിന്നെ ഘടകകക്ഷിയുടെ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ. CPM വിരുദ്ധ വോട്ടുണ്ടായിരുന്നു. 2020 തോന്നുന്നു അവിടെ സീറ്റ്. പത്തനാപുരത്ത് BJP അല്ലായിരുന്നു. BJP അല്ലായിരുന്നു. എനിവേ, അപ്പം നമുക്കിനി കുറച്ച് പുറകോട്ട് പോവാം. അങ്ങയുടെ ഒരു പശ്ചാത്തലം, അങ്ങ് ബേസിക്കലി കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ എന്ന സ്ഥലത്താണ്. അച്ഛനും അമ്മയ്ക്കൊക്കെ ജോലി ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? എൻ്റെ അച്ഛൻ നേരത്തെ ടെക്സ്റ്റൈൽസ് രംഗത്ത്, അതായത് അന്ന് ജൗളി കച്ചവടം എന്നൊക്കെ പറയുന്നത് ഉണ്ടായിരുന്നു. പക്ഷേ ആ ബിസിനസ് രംഗത്ത് അച്ഛൻ സ്വന്തം തുണിക്കടയല്ല, അന്ന് റീറ്റെയിൽ ചാത്തന്നൂരൊക്കെ പോകും. വീടുകളിലല്ല, അല്ലാതുള്ള കച്ചവടക്കാർക്ക് കൊടുക്കുന്ന. ആ തുടക്കത്തിൽ അച്ഛൻ ആ ബിസിനസ് രംഗത്ത് നല്ല സമ്പാദ്യം ഉണ്ടായിരുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഞാനൊക്കെ വിദ്യാർത്ഥിയായി വരുമ്പോൾ ആ രംഗമൊക്കെ അച്ഛൻ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഭൂസ്വത്ത് മാത്രമേ പിന്നീട് ബാക്കിയുള്ളൂ. അവിടെ ആ രീതിയിലൊരു അമ്മയ്ക്ക് ജോലി, വീട്ടമ്മയാണ്. അമ്മയും യഥാർത്ഥത്തിലൊരു പ്രധാനപ്പെട്ട കുടുംബത്തിലെ അംഗമൊക്കെ ആയിരുന്നു. പക്ഷേ സാമ്പത്തിക രംഗത്ത് പിന്നീടുണ്ടായ ഒരു തകർച്ച, പിന്നീട് അത്ര കണ്ട് സുരക്ഷിതമായൊരു സാമ്പത്തിക അവസ്ഥയിലല്ല നമ്മുടെ പഠനകാലമൊക്കെ കഴിഞ്ഞു പോകുന്നത്. വലിയ ബുദ്ധിമുട്ടുണ്ടെന്നല്ല ഞാൻ ഒരു സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന്. ഞാൻ ഡിഗ്രിക്ക് ഫൈനൽ ഇയർ ആയപ്പോൾ തന്നെ ട്യൂട്ടോറിയൽ അധ്യാപകൻ, എൻ്റെ നാട്ടും പുറത്തെ ട്യൂട്ടോറിയൽ. ഡിഗ്രി പഠിച്ചിരുന്നത് കൊല്ലം എസ് എൻ കോളേജ്. ഡിഗ്രി മുതൽ PG വരെയും, പ്രീ ഡിഗ്രി മുതൽ PG വരെയും കൊല്ലം എസ് എൻ കോളേജിലാണ് പഠിച്ചത്. സഹോദരങ്ങൾ എത്ര?
സഹോദരൻ ഞങ്ങൾ 5 മക്കളാണ്. ആ. ഒരു സഹോദരി മരിച്ചു, ബാക്കി 4 പേരുണ്ട്. മൂത്താണോ ഇളയതാണോ അവരെല്ലാം? ഒരാൾ മാത്രമേ എനിക്കുള്ളൂ, ഞാൻ 4ാമത്തെ ആളാണ്. 4ാമത്തെ. അപ്പോൾ അവിടുന്ന് എല്ലാവരും പഠിക്കുവോ? എല്ലാവരും നന്നായി പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നോ? എൻ്റെ മരിച്ചുപോയ എൻ്റെ മൂത്ത സഹോദരിക്ക് സർക്കാർ സർവീസ് ജോലി ഉണ്ടായിരുന്ന കൂട്ടത്തിലാണ്. എന്നിട്ട് അങ്ങ് പഠിക്കാൻ നേരത്തെന്ന് പറഞ്ഞ് പഠിക്കുന്ന സമയത്ത് ട്യൂട്ടർ അധ്യാപകനായി പഠിക്കുമ്പോൾ തന്നെ എവിടെ? ഞാൻ എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ, ഓ. ചാത്തന്നൂര്, പരവൂര്, പിന്നീട് തൊട്ടടുത്തുള്ള വർക്കല. എന്തായിരുന്നു എല്ലാം പഠിപ്പിക്കുമായിരുന്നു? ഹിന്ദി. ഹിന്ദി ആയിരുന്നു? ഞാൻ ഹിന്ദി MA B.Ed ആണ്. ഓ, ഹിന്ദി പഠിപ്പിക്കാൻ പോവായിരുന്നു. എത്ര കാലം ട്യൂട്ടറെ പഠിപ്പിച്ചു? ഞാൻ പഞ്ചായത്ത് മെമ്പർ ആവുന്ന 95 വരെയും ഞാൻ ട്യൂട്ടർ അധ്യാപകനായിരുന്നു. അത് കഴിഞ്ഞ് നിർത്തി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സ്കൂളിൽ ചേർന്ന 2000 പഞ്ചായത്ത് മെമ്പർ കഴിഞ്ഞിട്ട് 2000 ഹിന്ദി അധ്യാപകനായിട്ട് തന്നെ ചേർന്നു. പിന്നെ ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്തു. 2000 എന്നാ റിട്ടയർ ചെയ്തത്? 23. ഈ സമയം, അതായത് മത്സരിക്കുന്ന സമയത്ത് എയ്ഡഡ് ആയതുകൊണ്ട് അങ്ങനെ മത്സരിക്കാൻ പ്രശ്നങ്ങളൊന്നുമില്ല. വിവാഹിത ഭാര്യ, കുടുംബം? ഭാര്യ, 2 മക്കൾ. ഭാര്യയ്ക്ക് ജോലിയുണ്ടോ? ഭാര്യയ്ക്ക് ജോലിയില്ല. ഇല്ല. മൂത്ത മകൻ ആയുർവേദ ഡോക്ടറാണ്. അവിടെ തന്നെ അല്ല, ഇപ്പം തിരുവനന്തപുരത്ത് ഇപ്പോൾ 1 വർഷമായുള്ളൂ കഴിഞ്ഞിറങ്ങിയിട്ട്. 2ാമത്തെ മകൻ B.Tech മെക്കാനിക്കൽ, ജോലിയായിട്ടില്ല. ഓക്കെ. അപ്പം അവിടെ തന്നെ ഇപ്പം താമസിക്കുന്ന നേരത്തെ ഉണ്ടായിരുന്ന അതേ വീട്ടിൽ വീട് പുതുക്കി പണിതു. ഞാൻ 12 വർഷം മുമ്പ് കുടുംബ വീട്ടിൽ ജനിച്ചു വളർന്ന അതേ സ്ഥലത്ത് തന്നെയാണ്. ഈ പൊതുപ്രവർത്തനത്തിന് പ്രചോദനമാണ് അച്ഛൻ എന്തെങ്കിലും? അച്ഛൻ നേരത്തെ കോൺഗ്രസിൻ്റെ ജില്ലാ എക്സിക്യൂട്ടീവിലുണ്ടായിരുന്ന ആളാണ്. ശങ്കർ സാറിന് അന്ന് അവിടെ DC പ്രസിഡന്റ് ആയിരിക്കും. അതുകൊണ്ട് എൻ്റെ കോൺഗ്രസ് പശ്ചാത്തലം വരാൻ കാരണം അതാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നതും പോകുന്നു. ഓക്കെ. അങ്ങനെ BJP ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങ് സ്ഥാനാർത്ഥിയായി പോയതാണ്. ഇപ്പം BJPയുടെ ഇപ്പോൾ താല്പര്യമാണ്. BJP നല്ല താല്പര്യമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ജില്ലാ പ്രസിഡന്റാക്കി ഇപ്പോൾ തിരുവനന്തപുരം മേഖലാ പ്രസിഡന്റാണ്. 3 തവണ മത്സരിക്കാൻ അവസരം തന്നു. ഇപ്പോൾ എന്താ പൊസിഷൻ? ഇപ്പോൾ തിരുവനന്തപുരം മേഖലാ പ്രസിഡന്റ് ആണോ? അതെ. അങ്ങനെ തിരുവനന്തപുരം മേഖലയാവുന്നത്? തിരുവനന്തപുരം മേഖല വെച്ചാൽ തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം ഉൾപ്പെടുന്ന പാർട്ടിക്ക് 5 മേഖലകളുണ്ട്. അല്ല, മറ്റേ ജില്ലാ പ്രസിഡന്റ് അല്ല. ഇപ്പൊ ജില്ലാ പ്രസിഡന്റ് അല്ല, 25 ജില്ലാ പ്രസിഡന്റ്, 20-25 ജില്ലാ പ്രസിഡന്റ്, മേഖലാ പ്രസിഡന്റ്. അതെനിക്കറിയത്തില്ല. അത് അത്ര കണ്ട് പ്രാധാന്യത്തിൽ വരുന്നതല്ലോ, അതുകൊണ്ടായിരിക്കും അത് ശ്രദ്ധപ്പെടാം. 5 മേഖല. ഏതൊക്കെ? തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, പാലക്കാട്, തൃശ്ശൂർ. അങ്ങനെ 5 മേഖല. ഈ മേഖലയുടെ കീഴിൽ ജില്ലകൾ 3 ജില്ലകൾ വീതം വരും. 3-4 ജില്ലകൾ വീതം. ഓ, അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആ ചുമതലയുണ്ട്. അപ്പോൾ അതെന്താ, ജില്ലാ പ്രസിഡന്റുമാരെ സഹായിക്കുകയാണോ? ജില്ലാ പ്രസിഡന്റുമാരെ സഹായിക്കുക. RSSുമായി അങ്ങനെ പ്രവർത്തനമില്ല? RSS പ്രവർത്തനമില്ല? ഇല്ല. BJP മാത്രമേ ഉള്ളൂ. RSSന്റെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കും. BJP സംസ്ഥാന നേതൃത്വമായി എങ്ങനെയാണ്? നല്ല അടുപ്പത്തിലാണോ? നല്ല അടുപ്പത്തിലാണ്. ജില്ലാ പ്രസിഡന്റ് എന്നുള്ള ബന്ധമുണ്ട്. ശ്രീ K. സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോഴാണ് ഞാൻ ജില്ലാ പ്രസിഡന്റ്. ഇപ്പോൾ മേഖലാ പ്രസിഡന്റ് ആയിരിക്കും ഇദ്ദേഹമാണ് പ്രസിഡന്റ് ആയിരിക്കും. ഇദ്ദേഹമായിട്ടും കമ്മ്യൂണിക്കേഷൻ തരക്കേടില്ലാതെ പോകും. നല്ല ബന്ധമാണ്. നിങ്ങളുടെ ഇത് പാർലമെന്റ് പാർട്ടി കൂടിയോ? ഇല്ല, കൂടാൻ പോകുന്നു. സ്വാഭാവികമായിട്ടും അതിനുശേഷം തിരഞ്ഞെടുക്കത്തുള്ളൂ. എന്താണ് ഇനി കേരളത്തിൽ BJP ഈ 3 എന്നുള്ളത് അടുത്ത തവണ കൂട്ടാനായിട്ടുള്ള പദ്ധതികൾ എന്താണ്? BJPക്ക് നല്ല സാധ്യതയുള്ളത്. ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ തന്നെ ഏതാണ്ട് ഇടതുപക്ഷം പൂർണ്ണമായും ഇല്ലാതാകുന്നതിൻ്റെ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത്. മിക്ക മന്ത്രിമാരും പരാജയപ്പെട്ടില്ല. 13 മരിച്ചു. ധിക്കാരത്തിനെതിരെയുള്ള കൃത്യമായ മറുപടിയായില്ലേ? ഇത് തന്നെയല്ലേ നേരത്തെ ബംഗാളിലും ത്രിപുരയിലും നമ്മൾ കണ്ടത്? ജനങ്ങളെ അവർ കാണിച്ചിട്ടുള്ള പ്രവർത്തനം എന്താണെന്ന് മനസ്സിലായി. സാധാരണ നമ്മളൊക്കെ ജനങ്ങളാണ് നമ്മുടെ യജമാനന്മാരെന്ന് കരുതുന്നവരാണ് നമ്മൾ. ഇവർ ഞങ്ങൾ യജമാൻ. ഇപ്പോൾ പഴയൊരു ജന്മു കുടിയാൻ വ്യവസ്ഥയിലുള്ള ഭരണമാണല്ലോ നടന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരില്ലാതാക്കുക, അത്തരത്തിലേക്ക് ഒരു വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് നമ്മൾ കണ്ടത്. ആ ഒരു ഏകാധിപത്യ രീതി, അതിനെതിരെയുള്ള ഒരു ജനവിധിയാണ് നമ്മൾ കണ്ടത്. ഇതുതന്നെയാണ് ബംഗാളിലുണ്ടായത്. തങ്ങൾക്കിഷ്ടമുള്ളത് നടപ്പിലാക്കുക, തങ്ങൾക്ക് ഇഷ്ടമുള്ളത് നടപ്പിലാക്കാതിരിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും ശബ്ദിച്ചാൽ ആ ശബ്ദം ഇല്ലാതാക്കുക. ഈ ഒരു ശൈലിക്കെതിരെയുള്ള മറുപടിയാണ് ജനം കൂടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, LDFൻ്റെ സമ്പൂർണമായ പതനം ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണ്. CPMൻ്റെ പ്രവർത്തകർ BJPയിലേക്ക് വരും. UDFൻ്റെ ഭാഗമോ അവിടെയും വലിയ അസംതൃപ്തിയിലേക്ക് കാര്യങ്ങൾ പോകും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പറ്റുന്നില്ല. പറ്റുന്നില്ല. ലീഗാണ് എല്ലാം തീരുമാനിക്കുന്നത് ചിന്ത
അവിടെയുണ്ട്. ഈ രണ്ട് വിഭാഗത്തിൻ്റെയും അസംതൃപ്തരായ അണികളും പ്രവർത്തകരും നേതാക്കന്മാരും സമീപകാലങ്ങളിൽ BJPയുടെ ഭാഗമായി തീരും. UDF അല്ല കോൺഗ്രസ്സിന് വലിയ സംഘടനാശേഷിയൊന്നുമില്ല. ഇപ്പം എന്താ കിട്ടിയത്? പിണറായിക്കെതിരെയുള്ള വോട്ട് ആർക്ക് കിട്ടി? UDFന് കിട്ടി. ഇവിടെ BJPക്ക് 3 സീറ്റ് കിട്ടി, നല്ല നേട്ടം ഉണ്ടാക്കി. ഇപ്പോൾ കേരള സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു ഓപ്ഷനുണ്ട്. മറ്റെന്തിനുള്ളൂ? ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF. വിന്നബിലിറ്റി തെളിയിച്ചു. അപ്പോൾ ഈ രണ്ടിനും പകരം BJP ഉണ്ട് എന്നൊരു ചിന്ത, മോദിജി ഉണ്ട് എന്നൊരു ചിന്ത കേരളത്തിൽ ആവുന്നുണ്ട്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലേക്ക് വരാൻ, ഞാൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസറിൻ്റെ സ്വീകരണത്തിൽ പറഞ്ഞു, അടുത്ത തെരഞ്ഞെടുപ്പിൽ 3 എന്നുള്ളത് 73 ആകുമെന്ന്. 71 ആയാൽ മതി. ഈ തിരുവല്ല ഒരു ഉദാഹരണമാണ്. നോക്കൂ, മോദിജി അവിടെ ഒന്ന് പോയി പ്രസംഗിച്ചിട്ട് പോയതേ ഉള്ളൂ. രണ്ടാമതെത്തി 10,000 വോട്ടിനാണ് തിരുവല്ലയിൽ UDF ജയിക്കുന്നത്. BJP സ്ഥാനാർത്ഥി രണ്ടാമതെത്തി. നേരത്തെ ബഹുദൂരം പിന്നെ കിടന്നിരുന്ന മണ്ഡലമെന്ന് പറഞ്ഞു. അതിനുള്ള സാധ്യത ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തിരുന്നു അതേക്കുറിച്ച്. ഈ CPMനെ ഫോക്കസ് ചെയ്ത് വേണം മെയിൻലി പ്രവർത്തിക്കും. കോൺഗ്രസിനെ പ്രതിപക്ഷ നില എതിർക്കാം, കാരണം CPMകാരാണ് BJPയിലേക്ക് വരേണ്ടത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് എല്ലായിടത്തും സംഭവിച്ചിരിക്കുന്നത്. ഇപ്പം ബംഗാളിൽ തൃണമൂലിൽ പോയിട്ട് വരുന്നുള്ളൂ, എങ്കിൽ പോലും നേരത്തെ CPMകാരാണ് BJPയിലേക്ക് പോയിരുന്നത്. ഇവിടെയും ആ ഫോക്കസ് ഉണ്ടായാൽ വളരെ എളുപ്പത്തിൽ, കാരണം CPMന് ഒരു അസ്തിത്വ പ്രതിസന്ധിയുണ്ട്. പിണറായി വിജയൻ വാ തുറക്കുന്നില്ല. ഇനി ആരാണ് അടുത്ത പിൻഗാമി എന്ന് ആർക്കും അറിയത്തില്ല. അത്രയൊരു സാഹചര്യം, അത് വളരെ കൃത്യമായ ഒരു സാഹചര്യം. തിരുവല്ലയിൽ പ്രധാനമന്ത്രിയുടെ കാര്യം പറഞ്ഞപ്പോൾ 2016 ഞാൻ മത്സരിക്കുമ്പോൾ അന്ന് പുറ്റിങ്ങൽ ദുരന്തം ഉണ്ടാകുന്നു, വെടിക്കെട്ട് ദുരന്തം, 100-ലധികം പേർ മരിക്കുന്നു. ബഹുമാനായ പ്രധാനമന്ത്രി അന്ന് അവിടെ എത്തുന്നു. അന്ന് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ്, ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയാണ്. ഇവർ രണ്ടുപേരും ഒപ്പമുള്ളൂ. BJP നേതാക്കന്മാർക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണമായത് കാരണം വരാൻ പറ്റില്ലല്ലോ. സ്ഥാനാർത്ഥി എന്ന രീതി ഞാൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹം വന്നിറങ്ങിയത് മുതൽ തിരിച്ചു പോകുന്നവരെ എൻ്റെ തോളിൽ കൈവച്ചാൽ പോയത്. 10,000 ആൾക്കാർ കാണുകയില്ലേ? ഈ പറഞ്ഞ ഒരു മെസ്സേജ് അല്ലേ, ഇത് എൻ്റെ ആളാണ്. 33ലേക്ക് വരാൻ അത് ഒരു ഘടകമാണ്. തീർച്ചയായിട്ടും ഘടകമായി കാണും. അത് തിരുവല്ലയിൽ അത് സംഭവിച്ചു. എൻ്റെ സുഹൃത്താണ്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്നാണ് അനൂപിനെ കുറിച്ച് പറഞ്ഞത്. അതിൻ്റെ റിസൾട്ട് ഭയങ്കരമായിട്ടുണ്ട്. മോദിക്ക് എന്ത് പറഞ്ഞാലും ഇവിടെയുള്ള ഒരു സ്വീകാര്യതയുണ്ട്. അത് ഈ കോൺഗ്രസ്സുകാർക്കിടയിലും CPMകാർക്കിടയിലും ഉണ്ട്, എല്ലാ ജനങ്ങൾക്കിടയിലുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പം എന്തായാലും അങ്ങയുടെ യാത്ര സഫലമാവട്ടെ. ഈ അക്കൗണ്ട് പൂട്ടിക്കാനുള്ള ശ്രമങ്ങൾ അതിജീവിച്ച് മുമ്പോട്ട് പോകട്ടെ, കൂടുതൽ ശക്തമായി വളരട്ടെ. BJP സർക്കാർ ഉണ്ടാക്കുമ്പോൾ മന്ത്രിയാവട്ടെ എന്നൊക്കെ ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.